Consider a system with 4 number of particles in a volume B, and it has 5 energy levels that it can access. So there are 0 energy levels with value 0, epsilon, 2 epsilon, 3 epsilon, and 4 epsilon. P energy levels in a particles in a. Now we are specifying the macrostate as total energy is restricted to 4 epsilon. So this is our macrostate with n is equal to 4, volume V, and energy 4 epsilon. In macrostate variant, there are different possibilities that we can check. Different possibilities in which we can attain this macrostate. Okay, column we can arrange. We can consider the first arrangement. First arrangement is number of particles, totally 4 number of particles. ഇതിൻ്റെ അകത്ത് 3 പേര് 0 ഏറ്റവും താഴത്തെ എനർജി ലെവലിൽ ഇരിക്കുന്നു. ടോട്ടൽ എനർജി എത്ര വരണ്ടേ? 4 എപ്സിലോൺ അല്ലേ വരണ്ടേ? 3 പേര് 0 എനർജി ലെവലിൽ ഇരുന്ന പിന്നെ മിച്ചമുള്ളത് 4 എപ്സിലോൺ തന്നെ ആണല്ലോ. സോ ദാറ്റ് ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു 4 എപ്സിലോൺ. മിച്ചമുള്ള ഒരാളല്ലേ ഉള്ളൂ. 3 പേര് 0 എപ്സിലോൺ എന്ന എനർജി ലെവലിലും ഒരാൾ 4 എപ്സിലോൺ എന്ന എനർജി ലെവലും. ബാക്കിയുള്ളിടത്തൊന്നും ആരുമില്ല. ഇത് ഒരു ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ അല്ലേ? ഇത് തന്നെ പല രീതിയിൽ ഇരിക്കാൻ പറ്റും അല്ലേ? ഇതിന്റെ ആദ്യത്തെ ആള് ഈ 4 എപ്സിലോണിലിരിക്കാം, അങ്ങനെ അതൊരു സ്റ്റേറ്റ്. രണ്ടാമത്തെ പാർട്ടിക്കിള് ഈ 4 എപ്സിലോൺ സ്റ്റേറ്റിൽ ഇരിക്കാം, മൂന്നാമത്തെ പാർട്ടിക്കിൾ ഇരിക്കാം, നാലാമത്തെ പാർട്ടിക്കിൾ ഇരിക്കാം. അത് തന്നെ 4 ഡിഫറെന്റ് വേസ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ അനുസരിച്ച് കണ്ടുപിടിച്ചാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ is equal to there are 4 different ways. അപ്പോൾ ഇത് തന്നെ ഈ ഒരു അറേഞ്ച്മെന്റ് തന്നെ നിറയ്ക്കാൻ 4 different ways ഉണ്ട്. അത് 4 മൈക്രോസ്റ്റേറ്റ്സ് തന്നെയാണ് അത്. ഇനി വേറൊരു അറേഞ്ച്മെന്റ്, 2 പേര് 0 എപ്സിലോൺ സ്റ്റേറ്റിലിരിക്കാം, ബാക്കി 2 പേരുണ്ടല്ലോ. അപ്പം ബാക്കി 2 പേരുള്ള സ്ഥിതിക്ക് 2 എപ്സിലോണിൽ അവർ 2 പേരും ഇരിക്കേണ്ടി വരുമല്ലോ. സോ ദാറ്റ് total energy will be equal to 4 epsilon. എന്നാലേ 2 പേര് 0 എനർജിയിലും ബാക്കി 2 പേര് 2 എപ്സിലോൺ ഇടുന്നാൽ ടോട്ടൽ എനർജി വിൽ ബി 4 epsilon. 2 into 2 epsilon അല്ലേ? 2 into 0 plus 2 into 2 epsilon. ഇത് എത്ര നമ്പർ ഓഫ് ഫേസ് ഉണ്ട് നോക്കാം. 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ is equal to 6 വരും. ഇത് സെക്കൻഡ് അറേഞ്ച്മെന്റ്. ഇനി തേർഡ് ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാളിരിക്കാം. ഇവിടെ ഒരാളിരുന്നിട്ട് ബാക്കി 3 പേര് ഇനി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? 3 പേരുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഇവിടെ 2 പേരും ഇവിടെ ഒരാളും ഇരിക്കാമല്ലോ. സോ ദാറ്റ് 0 പ്ലസ് 2 എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ 4 എപ്സിലോൺ വരുമല്ലോ. അപ്പൊ അത് ടോട്ടൽ എനർജി 4 എപ്സിലോൺ തന്നെ. ദിസ് ക്യാൻ ബി in how many different ways? 1 factorial into 2 factorial into 1 factorial. That will be 12 different ways. Hence the 12 different ways for the third arrangement. In a fourth arrangement, fourth arrangement can be there are 2 particles in the 0 energy state. എന്നിട്ട് അപ്പൊ ഇവിടെ 0 ആയി. ഇനി ഇവിടെ ഒരാള്, ഇനി 3 എപ്സിലോണിൽ ഒരാൾ ഇരിക്കല്ലോ. സോ 0 plus 1 plus 3 which is equal to 4 epsilon. ഇത് അറേഞ്ച്മെന്റ് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ, അതും 12 തന്നെ വരും അല്ലേ. ഈ ഫിഫ്ത്ത് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എപ്സിലോൺ എന്നതിൻ്റെ അകത്തിരിക്കുക. 0 4 0 0 0 ടോട്ടൽ എനർജി അപ്പോൾ 4 എപ്സിലോൺ ആയില്ലേ. ഇത് പക്ഷെ ഒറ്റ അറേഞ്ച്മെന്റേ ഉള്ളൂ. 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ. എല്ലാവർക്കും എപ്സിലോൺ എനർജി തന്നെ, അങ്ങനെ ഒരെണ്ണമല്ലേ ഉള്ളൂ എല്ലാവർക്കും. അപ്പൊ അത്
ഒറ്റ വെയിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അപ്പോൾ അതൊരു മൈക്രോസ്റ്റേറ്റ് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടോട്ടൽ നോക്കിയാൽ എന്ത് വരും? Total 4 plus 6 plus 12 plus 12 plus 1, 35 microstates. So there are 35 microstates for the macrostate. N is equal to 4 V and total energy is equal to 4 epsilon. ഈ ഒരൊറ്റ macrostate 35 microstates possible ആണ്. Okay. ഈ ഓരോ microstateനും we can define a wave function and find the each of these microstates can be identified as a independent solution psi of the Schrodinger equation corresponding to the eigenvalue E of the Hamiltonian. അതായത് നമ്മൾ ഒരു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഉണ്ട്, അത് it is acting on psi which gives energy E psi. So നമുക്ക് നമ്മുടെ മൈക്രോസ്റ്റേറ്റിന് എനർജി വരുന്ന ഏത് ഒരു ഇൻഡിപെൻഡന്റ് psi സൊല്യൂഷൻ psiയും നമ്മുടെ സിസ്റ്റത്തിന്റെ മൈക്രോസ്റ്റേറ്റ് ആയിരിക്കും. So if these microstates, പിന്നെ പ്രത്യേകിച്ച് കൺസ്ട്രെയിൻസ് ഒന്നുമില്ല, if there are no constraints, no other constraints at any given time, if there are no constraints, the system is equally likely to be in any one of these microstates. Probability that the system is in any of these 35 microstates is equal. They are equal. ഈ ഒരു പോസ്റ്റ്ലേറ്റിനാണ് ഈക്വൽ പ്രയോറി പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്. That means if there are no constraints at any given time, system has equal probability to be in any one of the microstates. Okay, this is the basic postulate of statistical mechanics. ഇതിനകത്ത് total number of microstates എന്ന് പറയുന്നത് we can represent it by omega. It depends on total number of particles. ശരിയല്ലേ? നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്ത എക്സാമ്പിളിൻ്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 4 ആണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുന്നതനുസരിച്ച് ഈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സും കൂടും. അതപ്പോൾ എന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ് ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഇരിക്കുന്നത്. ഇനി എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. എനർജി കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കൂടും. എനർജി കൂടുന്നതനുസരിച്ച് പിന്നെ ഒരു കാര്യം കൂടുന്നതാണ് വോളിയം ഓഫ് ദി സിസ്റ്റം. എനർജി കൂടുന്നതനുസരിച്ച് മൈക്രോസ്റ്റേറ്റ് കൂടും, വോളിയം കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കൂടും. എന്തുകൊണ്ടാണ്? പാർട്ടിക്കിളിന്റെ ബോക്സിന്റെ അകത്ത് കണ്ടതാണ് വോളിയം കൂടുന്നതനുസരിച്ച് എനർജി കൂടുന്നതാണ്. സോ ഇൻഡയറക്റ്റ് ആയിട്ട് വോളിയത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സോ എൻ വി ആൻഡ് ഇ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഉള്ളത്. Okay, this is the concept of microstates and macrostates.